സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ടൗണിൽ ഭാഗങ്ങളായ നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തികളുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എന്തൊക്കെ പ്രവൃത്തികൾ നടക്കുന്നു എന്ന വിശേഷമായിട്ടാണ് ഇന്ന് മെയിൻ നമുക്ക് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് പാർക്കിങ്ങുകളുടെ പൂരമായി അങ്ങനെയുള്ള പാർക്കിംഗ് സ്ഥലം ആണ് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി പാർക്കിംഗ് സ്പേസ് ഈ ഭാഗത്ത് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാം, നിരവധി വാഹനങ്ങൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്ത് നമുക്ക് ഏറെ ദൂര യാത്ര വേണമെങ്കിൽ ചെയ്യാം. അത്രയും സേഫ്റ്റായിട്ട് ഇപ്പോൾ നിലവിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ തായലങ്കാടി ഭാഗത്ത് റോഡുകളുടെ നവീകരണവും ഇപ്പോൾ നടന്നു വരികയാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവൃത്തികൾ എവിടെ വരെ എത്തി എന്ന് നമുക്ക് നോക്കാം. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മേൽക്കൂരകളൊക്കെ ഇപ്പോൾ പണിത് കഴിഞ്ഞിരിക്കുകയാണ്. കാണാം, താഴെ ഭാഗത്ത് ഇപ്പോൾ നവീകരണ പ്രവൃത്തികൾ പുരോഗമിച്ച് വരികയാണ്. കാണാൻ സാധിക്കും, നല്ല അടിപൊളിയായിട്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുകയാണ്. ഇപ്പോഴും നിലവിൽ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡുകൾ നല്ല വീതി കൂട്ടിയും മറ്റും ആണ് പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രെയിനേജ് സിസ്റ്റം, പാർക്കിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള നിരവധി പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ മനോഹരമായ പണി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പം ബസ് വെയിറ്റിംഗ് ഷെഡൊക്കെ ഭാഗത്തിപ്പോൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ ഫുട്പാത്ത്, ഈ ഭാഗത്തൊക്കെ ഇൻ്റർലോക്ക് വിരിച്ച് റോഡുകളുടെ നിങ്ങൾക്ക് കാണാം, വണ്ടികൾ ഫുള്ള് പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻ്റർലോക്കും നടപ്പാതകളും മറ്റും മുഴുവനും അടിപൊളിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തായലങ്ങാടി ഭാഗത്തും നല്ല റോഡിൻ്റെ വികസനം നടന്നിട്ടുണ്ട്. നല്ല നേരത്തെ ഉണ്ടായ ഭാഗങ്ങളൊക്കെ മാറി ഇപ്പോൾ നല്ല വീതിയായിട്ടുണ്ട്. തായലങ്ങാടി ഭാഗത്ത് കാണാൻ, താഴെ നവീകരണ ജോലികൾ നടക്കുകയാണ്. ഫുട്പാത്തും ഡ്രെയിനേജ്, പുതിയതായിട്ട് നിർമ്മിച്ച ഡ്രെയിനേജ് സിസ്റ്റങ്ങളും കാണാൻ സാധിക്കും. മനോഹരമായ പാതകളാണ് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാണാം, ഈ ഭാഗത്തൊക്കെ പഴയ ഷോപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, താഴെ നല്ല പ്രവൃത്തികൾ അതിവേഗത്തിൽ നടക്കുന്നുണ്ട്. കാണാം, താഴെ ഡ്രെയിനേജിൻ്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്തുള്ള പഴയ ഷോപ്പുകളൊക്കെ പോയിട്ട് നല്ല അടിപൊളി വീതിയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കും. കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് നിലവിൽ പുതിയ കെട്ടിടങ്ങൾ വരികയാണ്. കാണാം, പുതിയതായി നിർമ്മിച്ച ഡ്രെയിനേജ് കാണാൻ സാധിക്കും. പിന്നെ തായലങ്ങാടിയുടെ മനോഹാരിത നിങ്ങൾക്ക് കാണാം. തായലത്തെ അങ്ങാടി കാസർഗോഡ് ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പഴയ SBI ബാങ്ക് കെട്ടിടമാണ് ഇപ്പോൾ നിങ്ങൾ താഴെ കാണുന്നത്. കാസർഗോഡ് ട്രാഫിക് സിഗ്നൽ കാണാൻ സാധിക്കും. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് ഏരിയ, അതായത് നമ്മളെ ട്രാഫിക് വഴി മാർക്കറ്റിലേക്കും മറ്റും പോകുന്ന ഭാഗങ്ങളാണ്. പഴയ ബസ് സ്റ്റാൻഡ് ഏരിയ. ഇപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റീൻ്റെ ഭാഗത്ത്, ഈ ഭാഗത്ത് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് പുതുതായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ വെട്ടിത്തിളങ്ങുകയുണ്ടായി. അപ്പോൾ രാത്രിയിൽ ലൈറ്റ് എടുക്കണം, ഇല്ല
രാത്രിയിൽ വീഡിയോ എടുത്താൽ നമുക്ക് കാണും, നിങ്ങൾക്ക് ലൈറ്റിൻ്റെ എങ്ങനെയാണ്. പുതുതായിട്ട് നല്ല മനോഹരമായ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഏകദേശം നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ഏകദേശം നമ്മളെ ഈ എന്ത് ജ്വല്ലറി ഉണ്ടല്ലോ, നമ്മളെ സുൽത്താൻ ജ്വല്ലറി വരെ ലൈറ്റുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാഫിക്കിൻ്റെ ഭാഗത്ത്, അതായത് ഓൾഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ട്രാഫിക്കാണ്. ഈ ഭാഗം വരെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അവസാനത്തെ സ്പാനിൻ്റെയും വർക്കുകൾ കഴിഞ്ഞതാണ്. ഇപ്പം താഴെ സർവീസ് റോഡിലേക്ക് വെറ്റ് മിക്സൊക്കെ നിരത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെയും ടാറിങ് ആയിട്ട് കാണുന്നില്ല. കാണാൻ സാധിക്കും, ടാറിങ് ഒന്നും കാണുന്നില്ല. നല്ല മനോഹരമായ കാസർഗോഡ് ടൗണിൻ്റെ മനോഹരമായ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് കീഴൂർ കടപ്പുറത്ത് നിന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ദൂരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എനിക്ക് താഴത്തേക്ക് വീഡിയോ ഈ ഡ്രോണ് ഇറക്കാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ചിട്ടാണുള്ളത്. ഞാൻ കീഴൂർ നിന്നാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കീഴൂർ ബീച്ച് ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. മനോഹരമായ കാസർഗോഡ് ടൗണും പരിസര പ്രദേശങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനോഹരമായ പഴയ ബസ് സ്റ്റാൻഡ് പരിസരമാണ്. നമ്മുടെ മത്സ്യ മാർക്കറ്റിലേക്കും പോകുന്നത് ഇതുവഴിയാണ്. മത്സ്യ മാർക്കറ്റിൻ്റെ സ്ഥിതി നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതാണ് നമ്മുടെ മത്സ്യ മാർക്കറ്റ്. മത്സ്യ മാർക്കറ്റിൽ ഉച്ച ആയതോടെ നല്ല തിരക്കാണ്. കാണാം, വളരെ തിരക്കിലാണ് ഇപ്പോൾ മത്സ്യ മാർക്കറ്റ്. കാണാൻ സാധിക്കും, നല്ല തിരക്കിലാണ്. ഇപ്പം മത്സ്യം വാങ്ങാൻ വന്ന ആൾക്കാരും കാണാം, വണ്ടികൾ മേലോട്ട് കയറുന്നുണ്ട് മീനും കൊണ്ടുവരുന്ന കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ മത്സ്യ മാർക്കറ്റിൻ്റെ സ്ഥിതി. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പം റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിൽ ഏകദേശം നിങ്ങൾ ദൃശ്യങ്ങൾ കണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഭാഗത്തൊക്കെ പുതുതായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. പഴയ ബിൽഡിങ്ങിന് തന്നെ കുറച്ച് റിനോവേഷൻ ചെയ്തിട്ട് ഷീറ്റൊക്കെ പുതുതായിട്ടുള്ള ഒരു മോഡൽ ഷീറ്റൊക്കെ ഇട്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു എൻട്രി പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്. അതായത് കാണാം, താഴെ ഒരു ഷെഡ് പോലെ ഒരു ബിൽഡിങ് നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് പുതുതായിട്ട് വന്ന കെട്ടിടം. പിന്നെ വർക്ക് കഴിഞ്ഞാൽ നല്ല അതിസുന്ദരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും പ്രവർത്തികൾ നല്ല വേഗത്തിൽ നടന്നു വരികയാണ്. നിങ്ങൾക്ക് കാണാം, താഴെ ഭാഗത്ത് റോഡിൻ്റെ നിർമ്മാണമൊക്കെ, പിന്നെ ഓട്ടോ ടാക്സി
പാർക്കിംഗ് സൗകര്യം, അങ്ങനെയുള്ള നിരവധി സൗകര്യങ്ങളാണ് ഈ ഭാഗത്തിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുതിയതായിട്ട് നിർമ്മിക്കുന്ന നമ്മുടെ ഹാർബർ പരിസരത്തേക്ക് പോകാം. കാസർഗോഡ് ഹാർബറിൻ്റെ പുതുതായി നിർമ്മിക്കുന്ന പുളിമുട്ട് ഭാഗം, അങ്ങനെയുള്ള പല പ്രവൃത്തികളും കാസർഗോഡ് നടന്നു വരികയാണ്. അപ്പം ഏകദേശം 100 കോടി 100 ചില്ലാനം കോടിയോളം ചെലവിച്ച് നിർമ്മിക്കുന്ന ആ ഹാർബറിൻ്റെ പ്രവൃത്തിയും നമുക്ക് കാണുന്നില്ലെങ്കിൽ അത്രയും വലിയൊരു വികസനമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്ത് ദേശീയപാത വർക്ക് വേറെ തന്നെ, പിന്നെ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഹാർബറും മറ്റും സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്. നിരവധി പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ നിരവധി പ്രവൃത്തികളാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഹാർബർ ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധി ബിൽഡിങ്ങുകളും മറ്റും നിലവിൽ നിർമ്മാണം നടന്നു വരികയാണ്. അതേപോലെ തന്നെ കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കടൽ കയറുന്നത്. അപ്പോൾ അതിന് ടെട്രോപാഡിൻ്റെ നിർമ്മാണവും നടന്നു വരികയാണ്. ടെട്രോപാഡിട്ട് ആ പുളിമുട്ടിനെ സംരക്ഷിക്കുന്ന പ്രവൃത്തികളും നടന്നു വരികയാണ്. നേരത്തെ നിർമ്മിച്ച ഈ ഹാർബർ വലിയ സക്സസ് ആയിട്ടില്ല. അതിനുശേഷം നാട്ടുകാരുടെയും മറ്റും നിർബന്ധപ്രകാരമാണ് പുതിയ ഒരു പുളിമുട്ട് ഈ ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാം, പുതുതായി നിർമ്മിച്ച പല കെട്ടിടങ്ങളും ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇത് പുതുതായിട്ട് ഇപ്പോൾ വന്ന ഒരു കെട്ടിടമാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്നൊരു പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, പുതുതായിട്ട് നിർമ്മിച്ച 4-5 കെട്ടിടങ്ങളിവിടെ കാണാം. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, റെസ്റ്റ് ഏരിയ ഉണ്ട്. അതായത് പിന്നെ ബാക്കിയുള്ള പ്രവൃത്തികളും ഇപ്പോൾ നടന്നു വരികയാണ്. നിങ്ങൾക്ക് കാണാം, ഷെഡ്, ഓരോരോ ഓഫീസ് കെട്ടിടങ്ങളും. ഇതിപ്പോൾ ഇവിടെ ഫുള്ള് കല്ലുകൾ കൊണ്ടുവന്ന് കൂട്ടി കോറി പൊട്ടിച്ച് പാറകൾ കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുകയാണ്, കാണാൻ സാധിക്കും. ഇവിടെ നിരവധി ടെട്രോപാഡിൻ്റെ നിർമ്മാണവും ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ടെട്രോപാഡുകൾ ഫുള്ള് വാർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഭാഗത്ത് ഇനിയും ടെട്രോപാഡിൻ്റെ ആവശ്യമുണ്ട്. കാണാം, നിരവധി ടെട്രോപാഡുകളാണ് ഈ ഭാഗത്ത് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണം ഇപ്പോൾ കീഴൂർ ഭാഗത്ത് നടന്നു വരികയാണ്. കാണാം, നിരവധി ടെട്രോപാഡുകളാണ് ഈ ഭാഗത്ത്. അതായത് നേരത്തെ ഈ കടലിൻ്റെ തിരയിൽ നിന്ന് ഈ ഹാർബറിൻ്റെ പുളിമുട്ടിനെ സംരക്ഷിക്കാനാണ് ഈ ടെട്രോപാഡ് ഇട്ട് അതിൻ്റെ പുളിമുട്ടിനെ സംരക്ഷിക്കുന്നത്. കാണാം, നല്ല അതായത് കീഴൂരിലെ ഭാഗത്തേക്കുള്ള കല്ലിനനുസരിച്ചിട്ടാണ് ഈ ഭാഗം വരുന്നുള്ളത്. അപ്പം ഈ ഭാഗം ഏകദേശം 600 മീറ്ററോളമാണ് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നുള്ളത്. കാണാം, ഈ ഭാഗത്ത് ഫുള്ള് ടെട്രോപാഡ് ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ടെട്രോപാഡ് ഇട്ടെങ്കിൽ കടൽ തിരമാലയെ അതിൽ നിന്ന് ഈ കല്ലിടിച്ചിൽ നിന്നും ഈ ടെട്രോപാഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെട്രോപാഡ് മുഴുവനായിട്ടും ഇതിൽ ഇടുന്നത്. അതൊരു ലോക്കായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ താഴെ ഇങ്ങനെ ഫുള്ള് ടെട്രോപാഡാണ്. ഏകദേശം എത്ര ടണ്ണ് വെയിറ്റാണ് ഈ ടെട്രോപാഡിനുള്ളത്. കാണാം, ഫുള്ള് ടെട്രോപാഡ് വിരിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ഫുള്ള്. ഇനിയും കുറച്ച് വർക്കുകളുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ കിയൂർ ഭാഗത്തേക്കാണ് ഇത് വളച്ച് കൊണ്ടുവരുന്നത്. അപ്പം ഈ കാലവർഷ സമയങ്ങളിൽ അഴിമുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഈ വാള് നിർമ്മിച്ചു കൊണ്ടുവരുന്നുള്ളത്. ഇപ്പം തിരമാലയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണാൻ സാധിക്കും, ഇതാണ് കീഴൂരും കാസർഗോഡ് ഭാഗത്തേക്കുള്ള എൻട്രി ഹാർബറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം വളച്ച് ഈ കീഴൂർ ഭാഗത്തേക്കുള്ള ഇതുണ്ടല്ലോ, കീഴൂർ ഭാഗത്തുള്ള ഈ പുളിമുട്ടിലേക്ക് കുറച്ചിങ്ങോട്ട് വരും. അതാണ് കാണാൻ സാധിക്കും. ഇനിയും കുറച്ച് 100-150 മീറ്ററോളം വരാനുണ്ട്. പിന്നെ
ഈ ഭാഗത്തുള്ള അതായത് കാസർഗോഡ് ഭാഗത്തുള്ള കല്ലുകൾ എടുത്തു മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുകയാണ്. കാരണം നിരവധി അപ്പം വീതി കൂട്ടാനുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇതാണിപ്പോൾ കാസർഗോഡ് ഭാഗത്തുള്ള കല്ലുകൾ. ഈ കല്ലുകൾ ഇപ്പോൾ എടുത്തു മാറ്റുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. കാണാൻ സാധിക്കും ഈ ഭാഗത്തോളം ഇട്ടിട്ടുണ്ടായി നീട്ടി വെച്ച കല്ലുകളാണ് ഇപ്പോൾ എടുത്തു മാറ്റുന്നുള്ളത്. അപ്പോൾ ഈ കരക്കനുസരിച്ചിട്ടുള്ള കല്ലാണ് ഇപ്പോൾ നിലവിലുണ്ടാവുക. ഇപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നില്ല, കാരണം നല്ല വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത കല്ല് എടുക്കുന്ന പ്രവൃത്തി നടക്കുന്നില്ല. പിന്നെ എടുത്തു മാറ്റുന്നതുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ സ്റ്റിക്കുള്ള എക്സവേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കണം അതിൻ്റെ നിർമ്മാണം നടക്കേണ്ടത്. ഇപ്പം കീഴൂർ ഭാഗത്തുള്ള ഈ പുളിമുട്ടിൻ്റെ എക്സ്റ്റൻഷൻ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ സ്റ്റാർട്ടായത്രയാണ്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുകയാണ്. കാണാം, ഇത് ഒരു 200 മീറ്ററോളം എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ്. കാണാം, ഈ ഭാഗത്തിപ്പോൾ എക്സവേറ്റർ കൊണ്ട് ഈ ടോറസ് വണ്ടിക്ക് വരാനുള്ള ഒരു വഴി ഒരുക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ്. കാണാൻ സാധിക്കും നിങ്ങൾക്ക്. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 200 മീറ്ററോളം ഇത് എക്സ്റ്റൻഷൻ ചെയ്യാനുണ്ട്, നീളം കൂട്ടാനുണ്ട് ഈ കീഴൂർ ഭാഗത്തുള്ള കല്ലിനെ. അപ്പം ഈ ഭാഗത്തൊക്കെ ഈ കടലിൻ്റെ തിര കൊള്ളുന്ന ഭാഗത്തൊക്കെ ടെട്രോപാഡ് വിരിച്ച് അതിനെ സേഫാക്കും. ഈ കല്ലുകളൊക്കെ ഇപ്പോൾ നിരന്നിട്ടുള്ള കല്ലുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അതിനുശേഷമായിരിക്കും പ്രവൃത്തികൾ നടക്കുക. മുഴുവനും പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നു വരികയാണ്. കാണാം, നല്ല വഴി ഒരുക്കിയിട്ടുണ്ട്, ലോറിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത്. നിങ്ങൾക്ക് താഴെ കാണാം നിരവധി ടെട്രോപാഡുകളുടെ നിർമ്മാണവും ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നു വരികയാണ്. ഈ ടെട്രോപാഡുകളുടെ നിർമ്മാണത്തിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, എങ്ങനെയാണ് ഈ ടെട്രോപാഡുകൾ നിർമ്മിക്കുന്നതെന്ന്. അപ്പോൾ കീഴൂർ ഭാഗത്തെ ടെട്രോപാഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവനും ടെട്രോപാഡുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഫുൾ അച്ചാണിത്. ഇതിൽ ഏകദേശം 1.5 ഇഞ്ചിൻ്റെ ജെല്ലിയും പിന്നെ 1/2 ഇഞ്ച് ജെല്ലി, നമ്മുടെ എംസാൻഡ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഈ ടെട്രോപാഡുകളുടെ നിർമ്മാണം. ഇതിൻ്റെ അകത്ത് കമ്പി ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഫുൾ എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് എന്നുള്ള വീഡിയോ ചെയ്തു തരാം, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതാണ് ടെട്രോപാഡുകളുടെ ഫുള്ള് ടെട്രോപാഡുകൾ നിർമ്മിച്ച് ഇപ്പോൾ ഈ ഭാഗത്ത് വെച്ചിരിക്കുക. സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇവിടെ. അത് ഫുള്ള് നമ്മുടെ ഈ പുളിമുട്ടിലേക്ക് നിരത്താനുള്ളതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തു, അവർ ഓരോ നിർമ്മാണം ചെയ്തിട്ട് സ്റ്റോക്ക് വെക്കുന്നതാണ്. ഈ ഭാഗത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗത്ത് നല്ല പോലെ നിർമ്മാണം നടന്നു വരികയാണ്. നല്ല പോലെ നിർമ്മാണം നടന്നു വരികയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കാണല്ലോ. ഈ വീഡിയോ ചെയ്യുന്നത് കീഴൂരിലെ ഹാർബറല്ല, നമ്മുടെ കീഴൂർ കടപ്പുറത്ത് വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാസർഗോഡ് ടൗൺ മുഴുവൻ കവർ ചെയ്തെടുത്ത വീഡിയോ ആണ്. കാണാൻ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പം ഡ്രോൺ അതാ തിരിച്ചു വരുന്നത്. സുഹൃത്തുക്കളെ കണ്ടല്ലോ, ഡ്രോൺ അതാ തിരിച്ചു വന്നിരിക്കുകയാണ്.
തിരിച്ചിറക്കണം. ഇവിടെ ഫുള്ള് കല്ലാണ്. തിരിച്ചെടുക്കാനുള്ള സ്പേസ് നോക്കുന്നുണ്ട്. ഓക്കേ.